36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം വെള്ളം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടായിരുന്നു? അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി 36 ലിറ്റർ ആണ്. ആകെ അതിൽ എത്ര വെള്ളം കൊള്ളും? 36 ലിറ്റർ. തുടക്കത്തിൽ വളരെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൻ്റെ കൂടെ ഒരു 20 ലിറ്ററും കൂടെ ചേർത്തപ്പോൾ ടാങ്കിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു എന്നാ പറഞ്ഞേ. അപ്പോൾ ടാങ്കിൽ ആകെ എത്രയാ കൊള്ളുക? 36 ലിറ്റർ. ഇപ്പോൾ 3/4 ഭാഗം നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അതിൽ എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കാം. മൊത്തം എത്ര കൊള്ളുക? 36 ലിറ്റർ. ആ 36 ലിറ്ററിൻ്റെ 3/4 ഭാഗം ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 36ൻ്റെ 3/4 ഭാഗം കണ്ടുപിടിക്കുക. 36 × 3/4. 4 36ൽ 9 പ്രാവശ്യം പോകും. 3 × 9 ചെയ്ത് കഴിയുമ്പോൾ 27 ലിറ്റർ എന്ന് കിട്ടും. എത്ര ലിറ്റർ? 27 ലിറ്റർ. അതായത് ടാങ്കിന്റെ 3/4 ഭാഗം നിറഞ്ഞപ്പോൾ അതിൽ 27 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അല്ലേ? അത് എക്സ് ആണെന്ന് വിചാരിക്കുക. തുടക്കത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് എക്സ് ആണ്. ആ എക്സിന്റെ കൂടെ ഒരു 20 ലിറ്റർ കൂടി ആഡ് ചെയ്തപ്പോഴാണ് വെള്ളം 3/4 ഭാഗം 3/4 ഭാഗം അഥവാ 27 ലിറ്റർ ആയത്. എത്രയായത്? 27 ലിറ്റർ. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. എക്സ് ഞാൻ വെറുതെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. തുടക്കത്തിൽ ഒരു വെള്ളം ഉണ്ടായിരുന്നു എക്സ്, അതിൻ്റെ കൂടെ 20 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ വെള്ളം എത്രയായിട്ടുണ്ട്? 27 ലിറ്റർ. അങ്ങനെയെങ്കിൽ തുടക്കത്തിൽ എത്രയുണ്ടായിരുന്നേ? തുടക്കത്തിൽ ഉണ്ടായിരുന്നത് 7 ലിറ്റർ ആയിരിക്കും. കാരണം 7നോട് 20 ലിറ്റർ ചേർത്തപ്പോഴാണ് എത്രയാകുന്നത്? 27 ലിറ്റർ. അപ്പോൾ തുടക്കത്തിൽ അതിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു? 7 ലിറ്റർ വെള്ളം.